വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. പല്ലക്കാട്ട് ഗോപകുമാറിന്റെ നിര്യാണത്തിൽ എരവത്തൊടിയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. വിവിധ രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തിന്റെ സ്മരണകൾ പങ്കുവച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന ഗോപകുമാർ പല്ലക്കാട്ടിന്റെ നിര്യാണത്തിൽ എരവത്തൊടിയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. CPIM മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും മികച്ച കർഷകനുമായിരുന്ന അദ്ദേഹത്തിന്റെ വേർപാടിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ഞങ്ങളെല്ലാം പല്ലക്കാട്ട് എല്ലാവരും ഗോപേട്ടിലൂടെയാണ് അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ തിരുവാമക്കാർ മുഴുവൻ ഇപ്പൊ ഞാനും പല്ലക്കാട്ടെ പറഞ്ഞ ഗോപേന്റെ ആരാ ചോദിക്കാം. ഒറ്റ വാക്ക് ചോദ്യം. അതായത് ഗോപന്റെ നിര്യാണം ഈ എരോതൊടി പറയുന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് നീച്ച് പാടത്തു കൂടെ പോയി എരോതൊടിയിലൊന്ന് പോയിട്ടേ ഗോപന്റെ ദിവസം തുടങ്ങുള്ളൂ. അത് ആദ്യകാലം മുതലേ തുടങ്ങിയതാണ്. പിന്നെ ഗോപയുടെ ചുങ്കം പോണെങ്കിൽ എരോതൊടി ഒഴിക്കേ ചുങ്കം പോകുള്ളൂ. അതൊക്കെ ഈ നാട്ടുകാരെ ഈ എരോതൊടിയായിട്ടുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഗോപന്റെ നിര്യാണം നമ്മുടെ കുടുംബത്തിന് ഞങ്ങൾ കാമരായി വളരെ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. കുറച്ചു കാലമായിട്ട് വയ്യാണ്ട് കടന്നുവെങ്കിലും അദ്ദേഹം കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യമാണ്. നാട്ടിന് വേണ്ടി കാര്യം പറഞ്ഞു. അത് പണ്ടത്തെ കുടിവെള്ളത്തിന്റെ കാര്യം മെലികളെ 2 ദിവസം മുമ്പേ വേറെ ഈ കോളനിയിൽ ഗോപേട്ടൻ അജയകുമാറിന്റെ കാലത്ത് പ്രത്യേക താല്പര്യം എടുത്ത് കൊണ്ടുവന്ന കുടിവെള്ള സ്രോതസ്സാണ് ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പറ്റാത്ത വെള്ളമാണ് ഇവിടെ. അപ്പൊ അങ്ങനെ ഉപകാരങ്ങളൊപ്പം വീടിന് വേണ്ടിയിട്ട് ഗോപേട്ടൻ. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു. KP ഉമാശങ്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരനും പാവപ്പെട്ടവരും അവർ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ശാഠ്യത്തോടെയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഒരു നേതാവാണ് ഗോപേട്ടൻ. 1972 കാലഘട്ടത്തിൽ കോൺഗ്രസിൽ പ്രവർത്തനം ആരംഭിച്ചു. 1975 അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നടത്തിയ ഒരു പ്രകടനത്തിന് നേതൃത്വം കൊടുക്കുക വരെ വേണ്ടിയിരുത്തിയിട്ടുണ്ടായി. പിന്നെ സോഷ്യലിസ്റ്റ് കോൺഗ്രസും അതിനുശേഷം ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ ആശയം അത് നെഞ്ചേറ്റണം എന്നതിന്റെ ഭാഗമായി CPIM ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥിതി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഓർമ്മകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളും അവരുടെ ജീവിത വ്യാപ്തിയുമൊക്കെ ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾക്കും തുടക്കക്കാർക്കും ഒക്കെ ഒരുപാട് പഠിക്കാനുള്ള മാതൃകകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ വേർപാട് ഇവിടുത്തെ CPIM എന്ന പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കും തീരാ നഷ്ടമാണ്. ആ വേർപാടിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കുടുംബത്തോടൊപ്പവും അതുപോലെ തന്നെ ഈ നാടിനോടൊപ്പവും എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് പഴയതിനോടൊപ്പം പ്രത്യേകം അനുശോചനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. M. ഉദയൻ പൊതുപ്രവർത്തനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാനിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പ് പരിശോധന തിരുവല്ലയിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡാണ് വാവത്ത് നിന്ന് പല്ലക്കാട്ടേക്ക് റോഡ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണ്. അവിടെ അതിന്റെ നിർമ്മാണ ഘട്ടത്തിലെത്തുമ്പോൾ ഏറ്റവും ആദ്യം സ്ഥലമിടാൻ തയ്യാറായ ഒരു പൊതുപ്രവർത്തകനാണ്. സ്വന്തം സ്ഥലം കൊണ്ട് റോഡുണ്ടാക്കാൻ വേണ്ടി തയ്യാറായ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഗോപേട്ടൻ എന്ന കാര്യത്തിൽ നമുക്കൊക്കെ തന്നെ അറിവുള്ളതാണ്. അതുപോലെ തന്നെ ചോദ്യങ്ങൾ കിട്ടുമ്പോഴും ബന്ധത്തിൽ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കാനും ആളുകളെ മനസ്സിലാക്കാനും ഒക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതോടൊപ്പം KR സത്യൻ, K. പ്രകാശൻ, ലിജോ ഫ്രാൻസിസ്, PG കൃഷ്ണൻകുട്ടി, KR മനോജ് കുമാർ, C. ഗോപദാസ്, കുടുംബാംഗമായ P. രാംകുമാർ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. കുറെ കാലങ്ങളും
ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കൂടി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മേഖലയിലൊക്കെ കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വരെ എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രവർത്തിക്കുന്ന രംഗങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പറക്കോട്ടുകാവിലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൂരത്തിന് വെടിക്കെട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു അങ്കലാപ്പാണ്. അതിനുവേണ്ടി ഈ ദേശത്തിന് വേണ്ടി സമയങ്ങൾ പ്രവർത്തിക്കുകയും പല്ലക്കാട് ഗോപകുമാറിന്റെ പൊതുപ്രവർത്തന മേഖലയിലെ സംഭാവനകളെ നേതാക്കൾ സ്മരിച്ചു. എല്ലാ സമുദായങ്ങളുടെയും പിന്തുണയും എല്ലാ സമുദായങ്ങളുടെ ആവശ്യവും ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മളുടെ ദേശത്തെ ഉത്സവങ്ങൾ രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അപ്പുറം അത് വിജയമായി തീരുക. അതാണ് നമ്മളോട് ഇന്ന് വിട്ടുപിരിഞ്ഞു പോയ ഗോപേട്ടന്റെ മനസ്സ്. തീർച്ചയായും ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ രാഷ്ട്രീയത്തിലും മതത്തിലും നാട്ടിലും ഇല്ലെങ്കിൽ എല്ലാ ഉന്നതങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളും നിഷ്കളമായ അദ്ദേഹത്തിന്റെ ആ മനസ്സായിരിക്കണം ഈ നാട് എത്ര സുന്ദരമായിരിക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായ കാഴ്ചപ്പാടുകളും എപ്പോഴും ഈ നാടിന് ഒരു മുതൽക്കൂട്ടാകട്ടെ. അതുപോലെ അവരുടെ പിൻതലമുറക്കാർക്കും അതിന്റെ ഐശ്വര്യങ്ങളും ഗുണങ്ങളാകട്ടെ എന്ന് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ഡെസ്ക് CCV.